ചെറുവണ്ണൂർ കക്കരമുക്ക് റോഡിൽ കാർ കത്തി ഗർഭിണി മരിച്ച സംഭവത്തിൽ ഇപ്പോഴും സംഭവിച്ചതെന്താണ് എന്ന കാര്യത്തിൽ സംശയം തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടി വരും. എന്തായാലും കാറിന്റെ ഉൾവശം മാത്രം കത്തിയതിനാൽ ആദ്യം മുതലേ തീപിടുത്തത്തിൽ വലിയ രീതിയിലുള്ള ദുരൂഹത ആരോപിച്ചിരുന്നു. ബോണറ്റിലെ എൻജിൻ ഭാഗത്തോ ഡീസൽ ടാങ്കുള്ള ഭാഗത്തോ കത്തിയിരുന്നില്ല. കാറിൽ നിന്ന് ലഭിച്ച ബാഗിന്റെ അവശിഷ്ടമടക്കമുള്ള വസ്തുക്കളെല്ലാം ഫോറൻസിക് പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട്. പെട്രോൾ നിറച്ചതെന്ന് സംശയിക്കുന്ന ക്യാനിന്റെ അടപ്പും പോലീസിന് വാഹനത്തിൽ നിന്ന് ലഭിച്ചു എന്നാണ് വിവരം. വെള്ളിയാഴ്ച രാത്രി 9ഓടെയാണ് കാർ കത്തിയത്. സംഭവത്തിൽ കക്കരമുക്ക് പൂവത്തുംചാലിൽ രജിൻലാലിന്റെ ഭാര്യ സോനയാണ് മരിച്ചത്. കാർ ഓടിച്ച ഭർത്താവ് രജിൻലാൽ ഗുരുതരമായി പൊള്ളലേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നാട്ടുകാർ ഓടിക്കൂടിയാണ് കാറിലെ തീ കെടുത്തിയത്. പൊള്ളലേറ്റ രജിൻലാലിന് കാറിന്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിരുന്നു. പിൻസീറ്റിലാണ് സോന പൊള്ളലേറ്റ് കിടന്നിരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ആശുപത്രിയിൽ നിന്ന് മടങ്ങി വരുന്നതിനിടയിലായിരുന്നു ദുരന്തം. അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ ഭർത്താവ് രജിൻലാൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. അതേസമയം ഭർത്താവ് രജിൻലാലിനെതിരെ സോനയുടെ കുടുംബം നേരത്തെ തന്നെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഒരു യുവതി പെട്രോൾ വാങ്ങി നടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇത് സോനയാണോ എന്ന കാര്യത്തിൽ ഉറപ്പു വന്നിട്ടില്ല. CCTVയിലാണ് ഈ ദൃശ്യം പതിഞ്ഞിരിക്കുന്നത്. അതേസമയം ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. സോന സ്വയം ജീവനൊടുക്കാൻ ശ്രമിച്ചതാണോ അല്ലെങ്കിൽ രജിനെ കൊല്ലാൻ തീരുമാനിച്ചതാണോ എന്നെല്ലാം പോലീസിന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പെട്രോൾ വാങ്ങി നടന്നു പോകുന്നത് ആരാണ് എന്ന കാര്യത്തിൽ കൂടുതൽ വിശദാംശം കിട്ടിയാൽ മാത്രമേ ഇതിലേക്കൊക്കെ കടക്കാൻ സാധിക്കൂ. അതേസമയം വരും ദിവസങ്ങളിൽ സോനയുടെ ഭർത്താവിന്റെയും കുടുംബാംഗങ്ങളുടെയും മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തും. ഇരുവരും തമ്മിൽ നേരത്തെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. സോനയും രജിൻലാലും തമ്മിലുള്ളത് കനത്ത പ്രതിസന്ധികളെ അതിജീവിച്ച പ്രണയ വിവാഹമായിരുന്നു. രജിൻലാൽ ഗൾഫിലായിരുന്ന സമയത്താണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇരുവരും പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും. പരസ്പരം ജീവനായി കണ്ട ഇരുവരും വിവാഹിതരാകാൻ തീരുമാനിച്ചെങ്കിലും ഇടയ്ക്ക് വെച്ച് രജിന്റെ മനസ്സു മാറി. മറ്റൊരാളിലേക്ക് രജിന്റെ ശ്രദ്ധ തിരിഞ്ഞതോടെ പ്രണയം കടുത്ത പരീക്ഷണത്തിലായി. മറ്റൊരു യുവതിയുമായി രജിൻലാൽ അടുത്തതും അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതും സോനയെ തകർത്തു കളഞ്ഞിരുന്നു. വഞ്ചിക്കപ്പെട്ടുവെന്ന തിരിച്ചറിവിൽ സോന വടകര റെയിൽവേ സ്റ്റേഷന് സമീപം എത്തി ട്രെയിനിന് മുന്നിൽ ചാടി ജീവൻ ഒടുക്കാൻ വരെ ശ്രമിച്ചു. ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന കൗൺസിലിംഗിലും മധ്യസ്ഥ ചർച്ചയ്ക്കും ഒടുവിലാണ് സോനയെ തന്നെ വിവാഹം കഴിക്കാമെന്ന് രജിൻ സമ്മതിച്ചത്. ഈ ബന്ധത്തോട് ഇരു കുടുംബങ്ങൾക്കും കടുത്ത എതിർപ്പായിരുന്നു.